കരുനാഗപ്പള്ളി തഴവ ശ്രീരാമപുരം മാർക്കറ്റ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നടപടി പിൻവലിക്കണമെന്ന് കെ.സി. രാജൻ. തഴവ പഞ്ചായത്ത് പൗരസമിതിയുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി തഴവ കുറ്റിപ്പുറം യൂണിറ്റ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തഴവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് കിഴക്കുവശത്തായി പ്രവർത്തിച്ചുവരുന്ന ശ്രീരാമപുരം മാർക്കറ്റ് പോസ്റ്റ് ഓഫീസ് ചില സാങ്കേതികത്വവും ദൂരപരിധിയും മാനദണ്ഡമാക്കി അടച്ചുപൂട്ടുവാനുള്ള നടപടി അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്ര തപാൽ അധികാരികളോട് UDF കൊല്ലം ജില്ലാ ചെയർമാൻ കെ.സി. രാജൻ ആവശ്യപ്പെട്ടു. തഴവ പഞ്ചായത്ത് പൗരസമിതിയുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി തഴവ കുറ്റിപ്പുറം യൂണിറ്റ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിലനിർത്തുന്നതിന് അടിയന്തരമായി ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിൽപ്പെടുന്നൊരു വകുപ്പാണ്. ആ പാർലമെന്റ് അംഗം അതുപോലെ തന്നെ MLAക്ക് ഏത് കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകുപ്പാണോ. പുതിയകാവ് ചക്കുവള്ളി റോഡിൽ കുറ്റിപ്പുറം ജംഗ്ഷന് പടിഞ്ഞാറ് പഞ്ചായത്ത് ഓഫീസ്, ആരോഗ്യ കേന്ദ്രം, അക്ഷയ സെന്റർ, വില്ലേജ് ഓഫീസ്, പ്രധാന മാർക്കറ്റ്, ഹയർ സെക്കൻഡറി സ്കൂൾ, KSFE, ധനലക്ഷ്മി ബാങ്ക്, സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങിയ ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളും ഈ പോസ്റ്റ് ഓഫീസ് പരിധിയിലും തൊട്ട് സമീപത്തുമാണ് നിലനിൽക്കുന്നത്. തപാൽ വകുപ്പിന് ഇലക്ട്രോണിക് മണി ഓർഡർ ഇനത്തിൽ ദേശീയ വരുമാനത്തിന്റെ 50% കേരളത്തിൽ നിന്ന് ലഭിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഇത്തരം ബ്രാഞ്ച് ഓഫീസുകളാണ്. അതിൽ തഴവയുടെ സബ് ശ്രീരാമപുരം മാർക്കറ്റ് പോസ്റ്റ് ഓഫീസാണ്. സംസ്ഥാനത്ത് 5062 തപാൽ ഓഫീസുകൾ നിലവിലുണ്ട്. ഇതിൽ 52 എണ്ണം ഹെഡ് പോസ്റ്റ് ഓഫീസുകളാണ്. 1456 സബ് ഓഫീസുകളും 3554 ബ്രാഞ്ച് ഓഫീസുകളുമുണ്ട്. ഗ്രാമങ്ങളിലെ തപാൽ പ്രവർത്തനം പൂർണ്ണമായും ബ്രാഞ്ച് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തഴവ സബ് പോസ്റ്റ് ഓഫീസിനെ അടച്ചുപൂട്ടാനുള്ള തപാൽ വകുപ്പിന്റെ തീരുമാനം പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ യോഗത്തിൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പൗരസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കെ. മാത്യു, കാട്ടൂർ രാജേന്ദ്രൻ, ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ, മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് MA ആസാദ്, ജോൺ ID കോൺ, ബഷീർ പനയം ചേരിൽ, റഹീം അമ്പിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.